അപ്പോൾ അരുണേ, ആക്ച്വലി ഈ 3D പ്രിൻറ്റിങ് എനിക്ക് തോന്നുന്നു ഞാനൊന്ന് കണ്ടിട്ടുണ്ടത്. എനിക്കൊന്ന് ആക്ച്വലി അങ്കമാലി ഒരു എക്സ്പോ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അതൊന്ന് അതിന് മുമ്പ് ഞാനത് മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഇതുണ്ടല്ലോ, പാർപ്പിടത്തിൻ്റെ ഒരു എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് സ്ഥലം അല്ല, കറക്റ്റ് അതിൻ്റെ പേരുണ്ട്, ഹാബിറ്റാറ്റിൻ്റെ ഒക്കെ പ്രൊജക്റ്റിൽ നിൽപ്പുണ്ട്, നമ്മുടെ ശങ്കർ സാറിൻ്റെ ഒക്കെ പ്രൊജക്റ്റുമുണ്ട്. അവിടെ ഈ 3D പ്രിൻറ്റഡ് വീട് ഞാൻ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് എന്ന് ചോദിച്ചാൽ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനമാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരെണ്ണം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ പ്രീഫാബുണ്ട്, എല്ലാ തരത്തിലുള്ള നിർമ്മിതി, കേന്ദ്രീയ നിർമ്മിതി കേന്ദ്രം. സെൻട്രൽ മിനിസ്റ്ററുടെ കേരളയുണ്ട്, അത് കേരള നിർമ്മിതി കേന്ദ്രമുണ്ട്, കേന്ദ്രീയ നിർമ്മിതി കേന്ദ്രമുണ്ട്. ഇത് തിരുവനന്തപുരത്ത് കേന്ദ്രീയ നിർമ്മിതി കേന്ദ്രത്തിൽ ഇന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ ഇത് ചെയ്തിട്ടുള്ള ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫൈനൽ 3D പ്രിൻറ്റിങ് എന്ന് പറയുന്ന. അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ, അതോ നമുക്ക് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ? അല്ല, അത് നമുക്ക് അകത്തൊക്കെ കയറാം. അതിനകത്ത് കൺസീൽ ചെയ്ത് വയർ ചെയ്തിട്ടുണ്ട്, കൺസീൽഡ് പ്ലംബിങ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെന്ന് അകത്തൊക്കെ കയറി എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്കൊന്നൊരു 3D പ്രിൻറ്റിങ് ഇപ്പം വീടുകൾ, ഒരു ഫുൾ വീട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ചിന്ത ഇത് എക്കണോമിക്കലാണ് എന്നുള്ള കാര്യമാണല്ലേ. ഇത് ഫിനാൻഷ്യലി എക്കണോമിക്കലാണോ? ഇപ്പം നമ്മൾ അന്ന് ചോദിച്ചപ്പം അവരൊക്കെ പറഞ്ഞത് ഒരിക്കലും എക്കണോമിക്കലല്ല, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര രസമാണല്ലേ. ഇതിൽ ഞാനതിൽ അന്നൊക്കെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ ഒരു പ്രധാന സംഗതി എന്ന് വെച്ചാൽ നമുക്കിത് ഏത് ഷേപ്പിലും ഇപ്പം നമ്മൾ ചെയ്യുന്ന ആക്ച്വലി 45 ആംഗിളല്ലേ ഭിത്തി. അതെ, ആ 45 ആംഗിൾ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കർവ് ചെയ്തെടുക്കാമായിരിക്കും. അപ്പോൾ അന്ന് അരുൺ ചെയ്തില്ല, മറ്റേ ഹരികൃഷ്ണൻ്റെ ക്ലൗഡ് ഹൗസ്. എനിക്ക് തോന്നുന്ന ഹരികൃഷ്ണനെ അല്ല അന്ന് കോൺടാക്ട് ചെയ്തത്, അതിൻ്റെ ഓണറായിരുന്നു അരുൺ വീഡിയോ ചെയ്തത്, വിനോദേട്ടനായിരുന്നു അത്. പക്ഷേ അത് ആക്ച്വലി ചെയ്തേക്കുന്ന കോൺക്രീറ്റിലാണ്, അതുകൊണ്ടാണ് അത്രയും ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല അതിനൊരു എൻലെസ് ഡിസൈനാണെന്ന് എനിക്ക് തോന്നുന്ന ഹരി കൊടുത്തിട്ടുണ്ട്. അത് ഒരു നോർമലി നമ്മളിവിടെ ചെയ്യുന്ന ഒരു നിർമ്മാണ രീതിയല്ല പുള്ളി അന്ന് ചെയ്തത്. പുള്ളി അതിൻ്റെ ആളാണ്. പുള്ളിയുടെ അവിടെ വെളിയിൽ നിന്നൊക്കെ വന്ന് പിള്ളേർ വന്ന് ഇത് ചെയ്യുന്നുണ്ട്, ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റസി ഉള്ള ഒരാളാണ്. 45 ആംഗിളാണ് നമ്മുടെയൊക്കെ ഭിത്തി കോർണർ എന്ന് പറഞ്ഞത്. ഇതങ്ങനെയല്ല. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു രീതി തന്നെ വ്യത്യസ്തമാണ്. അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ നമ്മുടെ കോൺക്രീറ്റ് അല്ല ഇതിന് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ നിർമ്മാണ രീതിയിൽ അകത്ത് വാക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടിനെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഉള്ളിൽ ലിറ്ററലി വാക്വമായിട്ടുള്ള സ്പേസ് ആയതുകൊണ്ടാണ് കൺസീൽഡ് ആയിട്ട് മുന്നേ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് വേണം ഇതിലോട്ട് വർക്ക് ഇറങ്ങാൻ.